നിങ്ങളെല്ലാം വളരെ ലോകപ്രശസ്തരായ ബ്ലോഗർമാരും നിങ്ങളുടെ റീൽസും നിങ്ങളുടെ ഫേസ്ബുക്കും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളും എല്ലാം കോടിക്കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. പല വിഷയങ്ങളാണ്. ഫുഡിനെ സംബന്ധിച്ച് ബ്ലോഗ് ചെയ്യുന്നവരുണ്ട്, ഓട്ടോമൊബൈൽ ബ്ലോഗ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ മറ്റ് രാഷ്ട്രീയം, ഇതെല്ലാം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. സിനിമ, ഈ രംഗത്തെല്ലാം പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് വലിയ ഫോളോവേഴ്സ് ഉണ്ട്. ആ ഫോളോവേഴ്സിലേക്ക് ഒരു നന്മയുടെ സന്ദേശം എത്തിച്ചു തരണം എന്ന സ്നേഹത്തോടൊരു അഭ്യർത്ഥനയാണ്. നമസ്കാരം. ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന വിഷയം തീർത്തും എന്റർടൈൻമെന്റ് എന്ന സെഗ്മെന്റിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതാണ്. കേരളത്തിലെ വാഹനാപകടങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ പ്രിയങ്കരനായ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററും പ്രശസ്ത സിനിമാ നടനുമായ ശ്രീ ഗണേഷ് കുമാർ ഓൺലൈൻ മീഡിയയോട് നടത്തിയ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് സ്ഥിരം വിഷയങ്ങൾക്ക് ഉപരി വാഹനാപകടങ്ങൾ ഒഴിവാക്കാനും നല്ല ഒരു ഡ്രൈവിംഗ് സംസ്കാരം ഇവിടെ വളർത്തിക്കൊണ്ടുവരുവാനുമുള്ള ഒരു ആഹ്വാനമായി ഞങ്ങളുടെ ഈ ശ്രമത്തെ കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഈ പഴഞ്ചൊല്ല് പതിരില്ലാതെ നമ്മുടെ മുമ്പിൽ തെളിയുകയാണ്. നോക്കൂ, ദിനം പ്രതി കാണുന്ന വാഹനാപകടങ്ങൾ, റോഡ് അപകടങ്ങൾ ഇന്നൊരു നിത്യ കാഴ്ചയാണ്. അടുത്തിടെ കോന്നിയിലുണ്ടായ അപകടം, 4 പേർ മരിച്ചു. 2 അച്ഛനും 2 മക്കളും, ഇതുപോലെ സമാനമായ മരണങ്ങൾ. അതിലെല്ലാം മരണസംഖ്യ മാത്രം വ്യത്യാസപ്പെടുന്നു. അപകട കാരണങ്ങൾ തേടിപ്പോയാൽ ഡ്രൈവർ ഉറങ്ങിപ്പോയി, എതിരെ വന്ന വാഹനം റോങ് സൈഡിലായിരുന്നു, റോഡ് മോശമാണ്, എതിരെ വാഹനത്തിന് അനാവശ്യമായ ബ്രൈറ്റ് ലൈറ്റ് പ്രശ്നമായി തുടങ്ങി നമ്മൾ ശ്രദ്ധിച്ചിട്ടും നിസ്സാരമായി തള്ളിക്കളയുന്ന കാര്യങ്ങൾ മാത്രം. അശ്രദ്ധ മൂലം വഴിയിൽ പൊലിയുന്ന ജീവിതങ്ങൾ, സാധാരണക്കാരുടെ എത്ര മക്കൾ, അച്ഛന്മാർ, അമ്മമാർ, കുഞ്ഞുങ്ങൾ, വഴിയിൽ രക്തം വാർന്നൊലിച്ച് തിരിച്ചറിയാനാവാതെ പിടഞ്ഞു മരിച്ച എത്ര മനുഷ്യജന്മങ്ങൾ. പെരുകുന്ന വാർത്തകൾ കണ്ട് പരാതികൾ പറയാതെ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, എന്തുകൊണ്ട്? അപകടങ്ങൾ പരമാവധി ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ ചില റോഡ് നിയമങ്ങൾ പ്രാവർത്തികമാക്കിയാലും നമ്മളൊക്കെ പുച്ഛിച്ച് തള്ളിക്കളയുകയാണ് പതിവ്. ഒരുപക്ഷെ അന്യരാജ്യങ്ങളിലേതുപോലെ കർശനമായ നടപടികൾ കൈക്കൊണ്ടിരുന്നുവെങ്കിൽ ഇത്തരം അവഗണനകൾ ആവർത്തിക്കില്ലായിരിക്കാം. ഇവിടെ നമുക്ക് നിയമങ്ങളല്ല പ്രശ്നം, അറിവില്ലായ്മയാണ്. അതാണ് മാറേണ്ടത്. അല്പം ചില കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായാൽ വരാനിരിക്കുന്ന അപകടങ്ങൾ നമുക്ക് തന്നെ ഒഴിവാക്കാവുന്നതാണ്. സ്വയരക്ഷയ്ക്കും മറ്റുള്ളവർക്കും വേണ്ടി റോഡ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചാൽ എത്രയെത്ര അപകടങ്ങൾ ഇല്ലാതാക്കാം. ചിലവ് കുറഞ്ഞതും എന്നാൽ ഭൂരിഭാഗം ജനങ്ങളും ആശ്രയിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളെയാണ്. ഇന്ത്യയിൽ വാഹനാപകടങ്ങളുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഇരുചക്ര വാഹനങ്ങളുടേതാണ് ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റു വാഹനങ്ങളും അപകടം വരുത്തുന്നുണ്ട്. അതുപോലെ നിരത്തിലൂടെ നടന്നു പോകുന്നവർ കൂടി അപകടത്തിൽപ്പെടുന്നത് ഇന്ന് വർദ്ധിച്ചിരിക്കുന്നു. ഇന്നത്തെ മോസ്റ്റ് മോഡേൺ ബൈക്ക് നമ്മുടെ നിരത്തിൽ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഉപയോഗിക്കുന്നു. വാഹനം ഓടിക്കേണ്ട നിയമങ്ങൾ പാലിക്കാതെ എത്ര കേസുകളാണ് സംഭവിക്കുന്നത്. പ്രിയരെ, നിങ്ങൾ ഓർക്കുക, അല്പം ശ്രദ്ധിച്ചാൽ ഈ ലോകം ഇനിയും നിങ്ങൾക്ക് ആസ്വദിക്കാം. 2 വീലർ ഓടിക്കുമ്പോൾ നിയന്ത്രിത വേഗത്തിൽ മാത്രം ഓടിക്കുക. നിർബന്ധമായും ഹെൽമറ്റ് ധരിക്കുക. 2 വീലർ 2 പേർക്ക് യാത്ര ചെയ്യാനുള്ളതാണ്. അതെപ്പോഴും ഓർക്കുക, പാലിക്കുക. ഇൻഡിക്കേറ്ററുകൾ കൃത്യമായിട്ട് തന്നെ വശങ്ങളിൽ കൂടി കയറുക. അതിനുശേഷം കൃത്യമായി ആ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാനും ശീലിക്കുക. സ്ഥിരം സംഭവിക്കുന്നതാണ്. ഇൻഡിക്കേറ്റർ ഇട്ട് കടന്നുപോയ ശേഷം അത് ഓഫാക്കാതെ മറു സൈഡിലേക്ക് വണ്ടി ഓടിച്ചു പോകുന്ന ശീലം. പുറകിൽ വരുന്ന വാഹനത്തെ ശ്രദ്ധിക്കാതെ പെട്ടെന്ന് വെട്ടിത്തിരിച്ച് തോന്നിയതുപോലെ പോകുന്നവർ കൂടുതലും ഓട്ടോറിക്ഷയും 2 വീലറുമാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നിലെ വാഹനം പെട്ടെന്ന് ബ്രേക്ക് ഇടും. അപകടം ഉറപ്പാണ്. കൃത്യമായി ശ്രദ്ധയോടെ ഇൻഡിക്കേറ്ററുകൾ ഉപയോഗിക്കാൻ പഠിക്കൂ, അത് ശീലമാക്കൂ. ഇരുചക്ര വാഹനങ്ങൾ ഉണ്ടാക്കുന്ന അപകടങ്ങൾ ഏറെയും ഹെൽമറ്റ് ധരിക്കാതെയുള്ള യാത്രയും അമിത വേഗതയുമാണ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത്. വളവുകളിൽ വാഹനം ഓടിക്കുമ്പോൾ ഓവർടേക്ക് ഒഴിവാക്കൂ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. എങ്കിലും അല്പം ശ്രദ്ധിച്ചാൽ ഒരു വലിയ പിഴയിൽ നിന്നും രക്ഷ നേടാം. റോഡ് സിഗ്നലുകൾ കണ്ടില്ലെന്ന് നടിക്കാതെ ഒന്ന് ചിന്തിക്കൂ. അവയോരോന്നും നമുക്കുള്ള വാണിംഗാണ്. ലക്ഷ്യങ്ങൾ നേടാനുള്ള ചൂണ്ടുപലകകളാണ്. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ മാത്രമല്ല, റോഡ് ഉപയോഗിക്കുന്ന ഓരോ ആൾക്കാരും റോഡ് നിയമങ്ങൾ പാലിക്കുക. ഇന്ത്യൻ റോഡ് നിയമങ്ങൾ അനുസരിച്ച് ഒരു റോഡിലൂടെ നടക്കുമ്പോൾ ലഭ്യമാണെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും ഫുട്പാത്ത് ഉപയോഗിക്കണം. അല്ലാത്ത പക്ഷം വരുന്ന ട്രാഫിക്കിന് അഭിമുഖമായി റോഡിന്റെ വലതുവശത്ത് നടക്കുക. നിങ്ങൾ ട്രാഫിക്കിൽ നിന്നും കഴിയുന്നത്ര അകലെയാണെന്ന് ഉറപ്പാക്കുക. നിയുക്ത സീബ്ര ക്രോസിങ്ങുകളിലോ കാൽനട ക്രോസിങ്ങുകളിലോ മാത്രം എപ്പോഴും റോഡ് മുറിച്ചു കടക്കുക. ട്രാഫിക്കിനെ കുറിച്ച് ബോധവാനായിരിക്കുക.
റോഡ് മുറിച്ച് കടക്കുന്നതിന് മുമ്പ് എല്ലായ്പ്പോഴും ഇരുവശവും നോക്കി ട്രാഫിക് വ്യക്തമാണെന്ന് ഉറപ്പാക്കുക. കാൽനട യാത്രക്കാർ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, വാഹനം ഓടിക്കുന്ന ഓരോ ഡ്രൈവറും ശ്രദ്ധിക്കണം. ഒരാൾ റോഡ് മുറിച്ച് കടക്കാനായി തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ സീബ്ര ക്രോസിംഗിലാണ് കാൽനടക്കാരനെങ്കിൽ ക്ഷമയോടൊന്ന് വാഹനം നിർത്തുക. ചിലപ്പോൾ ഒരു നിമിഷത്തെ നിങ്ങളുടെ കരുതൽ നിങ്ങളുടെ കുടുംബാംഗത്തെ പോലെ ഒരാളിന്റെ ജീവന്റെ വിലയാണെന്ന് ഓർക്കുക. ചിലപ്പോൾ കാണാറുണ്ട് റോഡ് മുറിച്ച് നടക്കുന്ന കാൽനടക്കാരെ വെട്ടിച്ച് ബൈക്ക് യാത്രക്കാർ പോകുന്നത്. എന്തിനാണ് ഈ പരക്കം പാച്ചിൽ? അല്പം ക്ഷമ കാണിക്കും. ഒരു നേരത്തെ ഈ ആവേശം അതിനും വലിയ വില കൊടുക്കേണ്ടി വരും. ഇനി ചിലരുണ്ട്, തിരക്കുള്ള റോഡിൽ കുട്ടികളെ കയ്യിൽ പിടിച്ചു പോകുന്ന അച്ഛനമ്മമാർ എപ്പോഴും കാണുന്ന സ്ഥിരം കാഴ്ചയാണ്. ചിലര് അമ്മമാർ കുഞ്ഞുങ്ങളെ അലക്ഷ്യമായി കൈപിടിച്ച് നടന്നു പോകുന്നത്. കുട്ടി അമ്മയുടെ കയ്യിൽ തൂങ്ങി ചാടിക്കളിച്ച് നടക്കും. അവൻ നടക്കുന്നത് റോഡിന്റെ വാഹനം വരുന്ന സൈഡിലായിരിക്കും, അമ്മ അകത്ത സൈഡിൽ. ദയവായി അങ്ങനെ ചെയ്യരുത്. കുട്ടിയെ അകത്ത സൈഡിൽ നിർത്തി നിങ്ങൾ കൃത്യമായ അകലം പാലിച്ച് വാഹനം പോകാനുള്ള സ്ഥലം വിട്ട് റോഡിന്റെ അരികു ചേർന്ന് നടക്കണം. അല്ലെങ്കിൽ അവന്റെ ഒരു ചാട്ടം ചിലപ്പോൾ റോഡിന് നടുക്കാകും. അപകടം വരാൻ അധിക സമയം വേണ്ട. നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലെ തന്നെ റോഡിൽ നടക്കേണ്ട രീതികൾ, സിഗ്നലുകൾ, സൈൻ ബോർഡുകൾ എല്ലാം കാട്ടിക്കൊടുത്തും പറഞ്ഞുകൊടുത്തും ശീലമാക്കും. നാളുകൾ അവനുള്ളതാണ്. നിരത്തിലിറങ്ങുന്ന വാഹനങ്ങൾക്ക് വലിപ്പച്ചെറുപ്പമില്ല. വലിയ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ നിരത്തിലെ ചെറുവാഹനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കരുത്. പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ട് ബസ് ആയാലും പ്രൈവറ്റ് ബസ് ആയാലും നിങ്ങൾക്ക് മാത്രമുള്ളതല്ല റോഡുകൾ. കാറും ബൈക്കും സൈക്കിളും കാൽനടക്കാരനും കുഞ്ഞുങ്ങളും ഒക്കെയുണ്ട് റോഡിൽ. ഈ ഓട്ടപ്പാച്ചിലിൽ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ട്രാഫിക് അപകടങ്ങളിൽ നഷ്ടപ്പെട്ട എത്ര കുടുംബങ്ങൾ? ഓർമ്മ വേണം, നാളെ നിങ്ങളും കുടുംബവുമൊത്ത് ചെറുവാഹനത്തിൽ ഇതേ നിരത്തിലൂടെ പോകും. സുഹൃത്തെ, അല്പം ക്ഷമ കാണിക്കൂ, ഒന്ന് ശ്രദ്ധിക്കൂ. ഇനി ഒരു ജീവനും റോഡിൽ പൊലിയാതിരിക്കട്ടെ. റോഡിൽ ഓടുന്ന വാഹനങ്ങൾ മാത്രമല്ല, അവിടെ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളും നിയമങ്ങൾ പാലിക്കണം. വാഹനങ്ങൾ റോഡിൽ അലക്ഷ്യമായി പാർക്ക് ചെയ്യാതെ കൃത്യമായി റോഡ് സൈഡിൽ മറ്റു വാഹന ഗതാഗതത്തിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഓരം ചേർന്ന് പാർക്ക് ചെയ്യുക. അതുപോലെ നോ പാർക്കിംഗ് ഏരിയയിൽ ഒരിക്കലും പാർക്ക് ചെയ്യരുത്. വളവുകളിൽ കഴിവതും പാർക്ക് ചെയ്യരുത്. എമർജൻസി സ്റ്റോപ്പ് ആണെങ്കിൽ ഇൻഡിക്കേറ്ററുകൾ കൃത്യമായി ഉപയോഗിക്കുക. നമുക്കറിയാമെന്ന് ഭാവിക്കുന്ന റോഡ് നിയമങ്ങൾ നമുക്ക് വേണ്ടിയാണെന്ന ബോധ്യം മനസ്സിൽ സൂക്ഷിക്കൂ. നല്ലൊരു ഡ്രൈവിംഗ് കൾച്ചർ നമുക്കിവിടെയും സാധ്യമാക്കാം. ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ശ്രീ ഗണേഷ് കുമാറിന്റെ റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ സ്വയം മുന്നോട്ട് വരാനുള്ള സന്ദേശത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം ഞങ്ങളെ കേൾക്കുന്ന പൊതുസമൂഹത്തോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു, നിങ്ങളും അപകടരഹിത റോഡുകൾ, സുരക്ഷിത ജീവിതം എന്ന സന്ദേശം സ്വയം ഏറ്റെടുക്കൂ. താങ്ക് യു.